തളിപ്പറമ്പ് പട്ടുവത്താണുള്ളത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 2 പേർക്കാണ് പട്ടുവത്ത് പാമ്പ് കടിയേറ്റത്. അതിൽ കഴിഞ്ഞ ദിവസം മുതുകുടയിലുള്ള സ്ത്രീ മരണപ്പെട്ടിരുന്നു. ഇന്നലെ വൈകിട്ടോടെ കാവുങ്കൽ കുന്നൂർ റോഡിലുള്ള നാരായണി എന്ന് പറയുന്ന സ്ത്രീക്ക് കൂടി പാമ്പ് കടിയേറ്റിരുന്നു. ഇതാണ് അവർ താമസിച്ചിരുന്ന വീടെന്ന് പറയുന്നത്. ഓടിട്ട വീടാണ്. അതിന് പിറകു വശത്ത് കാലാകാലങ്ങളായി ശേഖരിച്ചു വെച്ച വിറകുകളും അതുപോലെ തന്നെ ചകിരി ഉൾപ്പെടെയുള്ള ഓല ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇന്നലെ നാരായണിക്ക് പാമ്പ് കടിയേറ്റത്. നിലവിൽ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നാരായണി ഉള്ളത്. നമുക്കറിയാം, ഈ നേരത്തെ തന്നെ അധികൃതരുടെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. പാമ്പ് കടിയേൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം, അതുപോലെ തന്നെ വീടും പറമ്പും ഒക്കെ ശുചിയായി സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അധികൃതർ നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതാണ്. ഇതുപോലുള്ള വിറകുകളൊക്കെ കൂട്ടിവെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അധികൃതർ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും, നിറയെ കാലങ്ങളായി ഇവിടെ കൂട്ടിവെച്ചിരുന്ന വിറകും ഓലയും ചകിരിയുമാണ് ഇത് എന്നാണ് സമീപവാസികളൊക്കെ പറയുന്നത്. നമ്മുടെ കൂടെ ആ സമയത്ത് നാരായണി ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അയൽവാസിയായ ചേച്ചിയുണ്ട്, പ്രദേശവാസിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ടായിരുന്നു അല്ലേ സംഭവം? വൈകുന്നേരം ഒരു 3:15 ഒരു ഇങ്ങനെ ഈ വശത്ത് മൂത്രമൊഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വിറകും ചേരി ഇങ്ങനെ വീണ് കണ്ടത് അതിങ്ങുള്ളിലോട്ട് ആക്കുമ്പോൾ സമയത്ത് പെണ്ണുങ്ങളെ കൈക്ക് കുത്തി. അപ്പോൾ പെണ്ണുങ്ങൾ സാധനം പാമ്പിനെ കണ്ടിനിന്ന് പറഞ്ഞു. ഒരു തല കറുത്തിട്ട് കുറച്ച് വണ്ണൂല പാമ്പാന്നാണ് പറഞ്ഞത്. അവർ ഞങ്ങളേരെ വരുമെന്ന് പറഞ്ഞു നമ്മളോട്, ഇങ്ങനെ ഇരിക്കുന്നു, ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന്. ഇത് നമ്മൾ വേഗം ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടെല്ലാം പോയി. അപ്പോൾ കിട്ടിയില്ല, ആംബുലൻസ് വിളിച്ചിട്ട് വേഗം കസേരമിലെടുത്തിട്ടാണ് കൊണ്ടുപോയി. ഇവിടെ എത്ര ആളുകളോട് താമസമുണ്ട്? ഇവിടെ 3 ആളെ താമസിച്ചുള്ളൂ. ആങ്ങളേരെ ഭാര്യയും പിന്നെ ഈ നാരായണി എന്ന് പറയുന്ന പെണ്ണുങ്ങളും. അവർ പണ്ടേ താമസിച്ചിരുന്ന തറവാടാണ്. ഇതെങ്ങനെയാണ് ഇത് ഈ കാലങ്ങളായിട്ട് ഇങ്ങനെ കൂട്ടിയിടുന്നതിനാണ്? മുറ്റത്തും ഇങ്ങനെ കാണുന്നുണ്ട്. വിറക് ഇങ്ങനെ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെയൊന്നും ഗ്യാസ് ഉപയോഗിക്കില്ല. ഈ വിറക് കത്തിച്ചിട്ട് തന്നെയാണ് അവർ ഭക്ഷണമെല്ലാം പാകം ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം വിറക് കിട്ടും അത്രത്തോളം കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കും. അങ്ങനെയാണ്. ഇവിടെ എങ്ങനെയാണ് പൊതുവെ പാമ്പിന്റെ ഒരു ശല്യമുള്ള ഒരു ഏരിയ ആണോ ഇത്? പാമ്പിന്റെ ശല്യം ഈ തണുപ്പിലെ പ്രദേശത്ത് കൂടുതൽ പാമ്പിന്റെ ശല്യം സാധനം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഉടുമ്പ് അതേപോലെ വന്യജീവികളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് കാലാകാലങ്ങൾ 2-3 വർഷത്തെ സാധനങ്ങളാണെന്ന് ഈ ശരിയെന്ന് തോന്നുന്നു. അത്രയും പഴകി പൊടിഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് മൂത്രമൊഴിക്കാൻ വരുമ്പോൾ അതിൻ്റെ പിന്നെ വീണതുകൊണ്ട് എടുത്തു വെക്കാൻ വേണ്ടി ആ ശ്രമത്തിലാണ് കൈ ഇട്ടിട്ട് നീക്കുമ്പോഴാണ് ഈ കടിയേറ്റത്. അവർ പാമ്പാന്ന് പറഞ്ഞിട്ടുണ്ടായിനി, അവർ കണ്ടിരുന്നാ പറഞ്ഞിനി. പിന്നെ ഇപ്പം നിലവിലിപ്പം ഹോസ്പിറ്റലിൽ ബോധമൊന്നും ഇതുവരെ വന്നില്ല. ഇവിടുന്ന് സംസാരിച്ചല്ലാണ്ട് അവിടുന്ന് സംസാരിച്ചിട്ടുണ്ടായിനി. പിന്നെ ബോധം പോയി. പിന്നെ അവിടെ എത്തിയിട്ട് ഇതുവരെ ബോധം വന്നില്ലാന്നാണ് വിവരം കിട്ടിയത് നമുക്കിപ്പോൾ. ആങ്ങളേരെ ഭാര്യ ഒരു സുഖമില്ലാതാണ്. പേഷ്യൻ്റ് ഇങ്ങനെ ഹാർട്ടിനൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് നീ വരണ്ട, എൻ്റെ ഒന്നിച്ച് നീ ആശുപത്രിയിലേക്ക് വരണ്ട, വേറെ ആരെങ്കിലും വന്നാൽ മതി, ഒപ്പരം കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും എനിക്ക് അസുഖമായിപ്പോണ്ടാന്നില്ലൊരു ഇതെല്ലാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ വെള്ളം കൊടുത്തുവിടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വെള്ളം കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ 3-4 ആൾ കൂടി കസേലമിലിരുത്തി കസേലയോട് പിടിച്ചിട്ടാണ് വണ്ടിയിൽ കയറ്റിയത്. എന്നിട്ട് പിന്നെ കയ്യിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ക്ഷീണം പോലെ നല്ല ക്ഷീണം വന്നിനി അന്നേരം തന്നെ. 77 വയസ്സായിട്ടുണ്ടാവും. പുറത്താണ് ഈ ടോയ്ലറ്റ് ഇവര് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ലേ? ടോയ്ലറ്റ് അകത്തുണ്ട്. അത് ഇങ്ങനെ പ്രായമുള്ള പെണ്ണുങ്ങളല്ലേ അന്നേരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കക്കൂസിൽ വന്നേരം പിന്നെ ഇങ്ങനെ വിറകിനെ നോക്കിക്കൊണ്ടും അങ്ങനെ ആ ഭാഗത്തേക്ക് കൂടി ഇങ്ങനെ നടന്നങ്ങോട്ട് പോയതാണ്. അപ്പോൾ അന്ന് ചാക്കും ചേരിയും വീഴുന്നത് കണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ ഉള്ളോട്ടാക്കുന്നതാണ്. ഉള്ളോട്ടാക്കുന്ന സമയത്താണ് കടിച്ചത് എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ വേഗം വന്നിട്ട് അവിടെ വന്ന് ഇരുന്നിട്ടാണ് വരും. അപ്പോൾ കൈക്ക് ഇങ്ങനെ ചോര പൊടിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ വേഗം ഒരു തുണി എടുത്തുകൊണ്ടെന്ന് കപ്പിൽ വെള്ളം എടുത്ത് ഞാൻ അതെല്ലാം തുടച്ചു കൊടുത്തു. അപ്പോൾ അപ്പുറത്തെ സുമതേച്ചിയും വന്നു, ഓറ് വേഗം ഇങ്ങനെ കൈക്ക് കെട്ടിക്കൊടുത്തു. അപ്പോൾ കെട്ടിയവരിങ്ങനെ അവർ പറഞ്ഞു കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പിന്നെ കെട്ടുവച്ചു, വെള്ളവും കുടിക്കാൻ പിന്നെ കൊടുത്തിട്ടൊന്നുമില്ല. അല്ല തുടച്ചു കൊടുത്തിട്ട് അപ്പോൾ പറഞ്ഞു എനിക്ക് കിടക്കണം, എനിക്കെന്തോ ക്ഷീണാവെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു തുണി വിരിച്ച് അവിടെ നിലത്ത് കിടത്തി. അപ്പോൾ അവർ വിളിച്ചേരം പറഞ്ഞു അങ്ങനെ തല തായോട്ടാക്കി വെക്കറ് പൊന്തിച്ച് നോക്കണം. ആദ്യം എടുത്ത് നമ്മൾ കസേലം ഇരുത്തിയിട്ട് പിന്നെ കൂട്ടിപ്പിടിച്ചിരുത്തി നമുക്ക് വണ്ടി വന്ന് വണ്ടിയിലേക്ക് കയറ്റി. അപ്പോൾ അത് തന്നെയാണ്, ചൂട് കൂടുതലായതിനാൽ തന്നെ ഈ തണുപ്പ് തേടിയാണ് ഇത്തരം പാമ്പുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അധികൃതർ നേരത്തെ തന്നെ ഇപ്പോൾ 2 ആഴ്ചക്കിടെ മരണങ്ങളും അതുപോലെ തന്നെ നിരവധി പേർക്ക് പാമ്പ് കടിയേൽക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. പട്ടുവത്ത് നിന്നും വിമൽ ചെടിശ്ശേരിക്കൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.